തൃശ്ശൂർ പൂരം നടത്തിയ നമ്മുടെ സ്വന്തം കളക്ടർ ബ്രോ അർജുൻ പാണ്ഡ്യൻ. ഹായ് സാർ. ഹായ്. എങ്ങനെയുണ്ട് തൃശ്ശൂരിന്റെ കലോത്സവം? കലോത്സവം ഫുള്ള് വൈബിലാണ്. എവിടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആൾക്കാർ, ഒരുപാട് ക്രൗഡ്. നമ്മളത് സ്ഥിരം കാണുന്നതാണ് തൃശ്ശൂർ, പക്ഷെ എന്നാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രൗഡാണ്, വലിയൊരു ഉത്സവമാണ്. പക്ഷെ സാറിന്റെ താല്പര്യം കലോത്സവത്തിനോടല്ല കായികമേളയോടാണെന്നാണ് എനിക്ക് കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ട്. എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? അതെ, നമുക്ക് പക്ഷേ ഏത് ആഘോഷങ്ങളും നമ്മൾ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യും. നമ്മൾ കലയിൽ പങ്കെടുക്കുന്നില്ല അങ്ങനൊന്നും പറഞ്ഞിട്ട് നമ്മൾ മാറിയിരിക്കേണ്ട ആവശ്യമില്ല. സ്പോർട്സിനോടാണ് നമ്മൾ പങ്കെടുത്തിട്ടൊന്നുമില്ല, സ്കൂളിലോ അങ്ങനെയൊന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷേ കാണുമ്പോൾ നമുക്കൊരു രസമാണ്, നല്ല സന്തോഷമാണ്. ഉള്ള ഒരുക്കങ്ങൾ നമ്മളെല്ലാം പരമാവധി പെർഫെക്റ്റ് ആവുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്സ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പൂരമാണോ കലോത്സവമാണോ ഇഷ്ടമായത്? അല്ല, രണ്ടും അതിൻ്റെതായ ഇതുണ്ട്. കലോത്സവം നമുക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂർ വന്നിട്ടുള്ളത്. പിന്നെ പൂരം അതിൻ്റെ പ്രത്യേക വൈബാണ്. ഈ വർഷം ഒരു പുതിയതായിട്ടുള്ളൊരു ഉത്സവം വന്നപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു രീതിക്ക് തന്നെ ആഘോഷിക്കുകയാണ്. സാറ് പഠിക്കുന്നതിന് ഉപരി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എക്സ്ട്രാ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. എങ്കിലും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അത്ലറ്റിക്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുക്കുമായിരുന്നു. ഏതായിട്ടായിരുന്നു? റണ്ണിങ് ഞാൻ ചെയ്യുമായിരുന്നു, സ്പ്രിൻറ്റും ചിലപ്പോൾ മിഡ് ഡിസ്റ്റൻസ് അതുപോലത്തത്. സമ്മാനങ്ങൾ അതിന് കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ പങ്കെടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ പിടി കിട്ടിയില്ലേ? സാറിന് കായികമേളയോട് പ്രത്യേക താല്പര്യമുണ്ട്? അതെ, ഇത് പ്രത്യേകം ഇൻട്രസ്റ്റ് നമ്മൾ എടുക്കാറുണ്ട്. തൃശ്ശൂർ വന്നിട്ടുള്ള കലോത്സവത്തിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയ കാര്യം എന്താ? അട്രാക്റ്റീവായിട്ട് ഈ ക്രൗഡ് തന്നെയാണ്. നമുക്ക് ഒരുപാട് കുട്ടികൾ, ഒരുപാട് മറ്റ് ജില്ലകളിൽ നിന്നും ഇവിടുന്നുമായിട്ട് എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ടും പങ്കെടുക്കാൻ വേണ്ടിയിട്ടും വരുന്നുണ്ട്. ഓരോ വേദികളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഓരോ ഈവൻറ്റ്സ് ആണ്. നമ്മൾ ഒരുപാട് 249 ഈവൻറ്റ്സ് ഉണ്ടല്ലോ, പലതും ഞാൻ കണ്ടിട്ടില്ല, എല്ലാം ഒന്നും കണ്ടിട്ടില്ല. കാണുമ്പോഴത്തേക്ക് ഏതാ ഇവൻ്റ് എന്ന് ചിലപ്പോൾ മനസ്സിലാവണം. അപ്പോൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ ഇതാണ് ഇവൻ്റ് എന്നുള്ളത് പറഞ്ഞുതരും. അതുപോലെ തന്നെ 10,000-ത്തിലധികം കുട്ടികളാണ് ഇവിടെ മാറ്റിവെക്കുന്നത്. 10,000 കുട്ടികൾ മാറ്റിവെക്കുന്നെങ്കിലും എല്ലാവർക്കും സമ്മാനമൊന്നും കിട്ടില്ല. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് അല്ലെങ്കിൽ അവർക്കൊരു ആവേശം പകരുന്ന ഒരു സന്ദേശം സാറിന് എന്താ കൊടുക്കാൻ പറ്റുക? ഈ സംസ്ഥാനത്തുള്ള കലോത്സവത്തിൽ ഇവിടെ വേദിയിൽ അവതരിപ്പിക്കാൻ തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ പരമാവധി എഫേർട്ട് എടുക്കുക, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക. അതിനുശേഷം റിസൾട്ട് നമ്മുടെ കൺട്രോളിലല്ല, നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇതിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് നല്ല മെമ്മറീസ് ആയിട്ട് പോവുക. ചിലപ്പോൾ സമ്മാനം കിട്ടുക, ഫസ്റ്റ് പൊസിഷനിലെത്താം, ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അത് ഇമ്പ്രൂവ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇത് ലാസ്റ്റ് ഒന്നുമല്ല. അതുകൊണ്ടാണ് റെസ്പോൺസിബിൾ കലോത്സവം എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആയിട്ട് പോകുന്നത്. കലോത്സവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാ സാർ? കുറേ ഈവൻ്റ് ഉണ്ടല്ലോ, കുറച്ച് ഈവൻറ്റ്സ് ഞാൻ കണ്ടായിരുന്നു. ഇന്നലെ നൃത്തത്തിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അല്ല, അതാണ് ഞാൻ കണ്ടത്. എല്ലാം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടം അങ്ങനെയൊന്നും ഇല്ല. അത് എല്ലാം ഒരുപോലെ കാണുന്ന കളക്ടർ ഉണ്ടാകുന്ന കുറച്ച് സ്ട്രെസ്സൊക്കെ പോകുന്ന അങ്ങനത്തെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമാണ്. കളക്ടറാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്ട്രെസ്സൊക്കെ പോകുന്നത്. ഒരുപാട് സ്ട്രെസ്സുള്ള പണിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സ്ട്രെസ്സൊക്കെ മാറ്റാൻ എന്ത് കലയായിരിക്കും താങ്കൾ ആസ്വദിക്കുക? അങ്ങനെയൊന്നുമല്ല, നല്ല എല്ലാം ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ്. നല്ല വർക്കും നോക്കുന്നുണ്ട്, കൂടെ തന്നെ ഇവരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷമാണ്. പാട്ട് പാടുന്ന കളക്ടറാണോ? എന്തെങ്കിലും പ്രസംഗം? ഇല്ല. 2 വരി? ഇല്ല. അങ്ങനെ പറയരുത്. എന്തെങ്കിലും ഒരു കലാരൂപം ഇവിടെ അവതരിപ്പിക്കാം. ഞാൻ അതാ പറഞ്ഞേ, കുറച്ച് സ്പോർട്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് പേരുണ്ട്. അതിപ്പോൾ പാടിയും മറ്റതൊക്കെ പറഞ്ഞിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. തൃശ്ശൂർ കലോത്സവമൊക്കെ അടിപൊളിയായിട്ടുണ്ട്, കളറായിട്ടുണ്ട്. നന്നായിരിക്കട്ടെ. ഇപ്പോൾ എല്ലാവിധ എന്താ പറയുന്നത്, കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് ആശംസിക്കാം അല്ലേ? താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സാർ. അങ്ങനെ ഇവിടെ ഫുൾ കളറാണ്. എന്താ പറയുക, കലോത്സവം എന്താണ്, പിള്ളേരൊക്കെ ഇങ്ങനെ ഓടി നടക്കുക. ജെൻസി കിഡ്സിൻ്റെ കലോത്സവം കൂടിയാണിത്, പഴയ തലമുറയുടെ കലോത്സവം അല്ല. അപ്പോൾ ഇതിന് കുറച്ചുകൂടി മാറ്റ് കൂടും. പൂക്കി വേൾഡ് ആണ്. അങ്ങനെ ഒരു വല്ലാത്ത തരത്തിലുള്ളൊരു മത്സരമാണ്. തൃശ്ശൂരിൻ്റെ ഗോതയിൽ മാറ്റുരയ്ക്കുന്ന പുലികളെ നമുക്ക് വരും മണിക്കൂറുകളിലൊക്കെ പരിചയപ്പെടാം. ജനം TV എന്തായാലും ഈ തത്സമയ സംരക്ഷണം സമഗ്ര കവറേജുമായി ഈ കലോത്സവത്തിൻ്റെ അതേ വൈബിടത്ത് പ്രേക്ഷകരിലേക്ക് എത്തും.